പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ബലരാമൻ. മാത്രവുമല്ല, ഇതേ തുടർന്ന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണം എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ മുന്നിലേക്ക് പോകുന്നത് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ താൻ ചെയ്ത കാര്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയണം. തൻ്റെ അമ്മയുടെ ചതി പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം. എന്തിനാണ് വെറുതെ താൻ ചെയ്യാത്ത തെറ്റിന് കുറ്റം അനുഭവിക്കുന്നത് എന്നുള്ള ചോദ്യം മുന്നിൽ ബാക്കിയായതിനെ തുടർന്നാണ് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നത്. ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് ബലരാമൻ മുന്നിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ ഇതേ സമയം കൃഷ് ഒടുവിൽ കൺമണിയെ രക്ഷിച്ചുകൊണ്ട് പുറത്തു കടക്കുകയാണ്. മാത്രവുമല്ല, ഈ കാര്യം അറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് സുമിത്രയെ. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന സുമിത്ര ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് എതിരാണ്. വിചാരിച്ചതുപോലെ ഒന്നും തന്നെ നടക്കുന്നുമില്ല. ബലരാമൻ നമ്മുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന സുമിത്ര തൻ്റെ ഭർത്താവിനോട് തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് മാറി നിന്നാലോ എന്ന് ചോദിക്കുകയാണ്. നമ്മൾ ബുദ്ധിപൂർവം കളിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്ത് നമുക്ക് തന്നെയാണ് അനുഭവിക്കേണ്ടതായി വരിക. ആരും നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സത്യം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ബുദ്ധിപൂർവം നമ്മൾ മാനേജ് ചെയ്യണം. ഓരോ ചുവടും സൂക്ഷിച്ച് വെക്കുകയും വേണം. കൺമണിയും കൃഷും പ്ലാനിങ്ങുകൾ ഇപ്പോൾ കൃത്യമായി നടപ്പാക്കിയതിനെ തുടർന്ന് ഇനി നമ്മൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരിക്കുകയില്ല കാര്യങ്ങൾ. ഇതോടെ തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു മാറിക്കൊണ്ട് പോകുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അവരെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയൊരു തിരിച്ചടിയുമായി ബലരാമനും കൂട്ടരും മുന്നിലേക്ക് വരുന്നത്. സുമിത്രയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ബലരാമൻ ഇനി നിങ്ങളുടെ ചതിയൊന്നും നടക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതോടെ മോനെ ബലരാമ, നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും നിന്നെ ചതിക്കുന്നതിനായി ശ്രമിച്ചിട്ടില്ല. ഞങ്ങൾ എന്നും നിന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്നാണ് നിങ്ങൾ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ അമ്മയും അച്ഛനുമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയും സെന്റിമെന്റൽ അപ്രോച്ച് ഒന്നും എൻ്റെ അടുത്ത് വില പോവുകയില്ല. ആ കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾ എൻ്റെ യഥാർത്ഥ അച്ഛനും അമ്മയുമല്ല. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ പറയുന്നതൊന്നും അനുസരിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളെ പോലെയുള്ള ചതിയന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചത് തന്നെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കുക, അതാണ് ഇപ്പോൾ എൻ്റെ ലക്ഷ്യം. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സുമിത്ര. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന സുമിത്ര ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് പുതിയ വഴിത്തിരിവുണ്ടാകുന്നത്. പോലീസും സുമിത്രയെ തേടി അവിടേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, ഗുണ്ടകളെ കൈയോടെ പിടികൂടി എന്ന് വ്യക്തമാക്കുന്ന പോലീസ് നിങ്ങളാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്നതിനുള്ള കൃത്യമായ തെളിവുകളും ലഭിച്ചു കഴിഞ്ഞു എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് സുമിത്ര കുടുങ്ങി എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യും? ആ ഒരു ചോദ്യം മാത്രമാണ് സുമിത്രയുടെ മുന്നിൽ ബാക്കിയാകുന്നത്. ഒടുവിൽ താൻ ചെയ്ത തെറ്റുകൾ
തുറന്നു പറയുന്നതിനായി സുമിത്ര തയ്യാറാവുകയും ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് ഞാൻ തന്നെയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ സമയം അവിടേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ കൃഷിന്റെ അച്ഛനും അമ്മയും. എന്താണ് അവർക്ക് ഇത്രയധികം ദേഷ്യം ഞങ്ങളുടെ കുടുംബത്തിനോട് തോന്നാൻ കാരണം എന്നുള്ള ചോദ്യവുമായി വരുമ്പോഴാണ് പഴയകാല കാര്യങ്ങൾ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇതോടെ കൃഷിന്റെ അച്ഛനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. പണ്ട് നമ്മളെ ചതിച്ചവർ അവർ വീണ്ടും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള സത്യവും തിരിച്ചറിയുന്ന സാഗർ ഇതേ തുടർന്ന് തനിക്ക് നഷ്ടപ്പെട്ടു പോയ മൂത്ത മകനാണ് ബലരാമൻ എന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.